ഡോക്ടേഴ്സ് ദിനമാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് ഈ ദിനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലമായ ആറന്മുളയിൽ ഡോക്ടേഴ്സിൻ്റെ പ്രതിഷേധമുണ്ട്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെതിരെ വധഭീഷണി മുഴക്കിയെന്ന കേസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായി പറയുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥ ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ വേണമായിരുന്നു ഈ പ്രതിഷേധം എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. പക്ഷേ ഡോക്ടേഴ്സ് ഉന്നയിക്കുന്ന ചോദ്യം ന്യായമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ തീർച്ചയായും എസ് കെ, അതായത് ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയാണ്, ഈ ജില്ലാ ആശുപത്രിയിൽ തന്നെയാണ് ഇത്തരം സംഭവം നടന്നിരിക്കുന്നത്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവർ ഡോക്ടേഴ്സിനോട് തീർത്തും മോശമായ രീതിയിൽ പെരുമാറുന്ന തരത്തിലുള്ള പരാതി ഒക്കെ നിരവധി തവണ അയക്കും. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടുത്തെ ഡോക്ടേഴ്സാണ്. അവർ ഈ ഒ പി ബഹിഷ്കരിച്ചിട്ടൊന്നുമില്ല. ഇതിനുശേഷം അവർ ഒ പിയിലേക്ക് മടങ്ങി പോവുകയാണ്. നമുക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് തന്നെ ചോദിക്കാം, ഈ വിഷയത്തിൽ ഒരു പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ നടപടി സ്വീകരിക്കാത്തത്? നമ്മൾ ഈ സംഭവം അതിക്രമം നടന്നത് 14-ാം തീയതി ജൂണിലാണ്. നമ്മൾ അന്ന് വൈകിട്ട് തന്നെ മൊഴി കൊടുത്തിരുന്നു. പക്ഷേ 18-ാം തീയതിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. ആളുകളെ കൂട്ടി കയറി വരികയായിരുന്നു, ഈ പരാതി കൊടുത്തതിനെതിരെ ആളുകളെ കൂട്ടി കയറി വരികയായിരുന്നു. അതെ, അവർ പുറത്ത് വന്ന് എല്ലാവരും കൂടെ അസംബിൾ ചെയ്ത് CCTV ദൃശ്യങ്ങൾ വെച്ചായിരിക്കും പുറത്ത് വന്ന് അസംബിൾ ചെയ്ത് ഒരാൾക്ക് വേണ്ടിയുള്ള പെർമിഷൻ ചോദിച്ചിട്ട് എല്ലാവരും കൂടെ അതിക്രമിച്ച് കയറുകയായിരുന്നു എൻ്റെ ക്യാബിനിലേക്ക്. അതിക്രമിച്ച് കയറി ഇവർക്കെതിരെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നമ്മൾ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി ഒരു കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് പിൻവലിക്കണമെന്നും ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണെന്ന് സൂപ്രണ്ട് പത്രങ്ങളെ അറിയിക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് പ്രസിദ്ധീകരിക്കണമെന്നും പറഞ്ഞിട്ടായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അത് നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതേ തുടർന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്താണ് പറഞ്ഞത്? നീ പുറത്തേക്ക് വാ, പുറത്ത് നമുക്ക് ആളുണ്ട്, കൈകാലം വെട്ടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നീ നേരെ ചൊവ്വേ നടന്നു പോവില്ല, കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് പോയത്. ഡോക്ടറോടാണ് പറഞ്ഞത്? എന്നോടാണ് പറഞ്ഞത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സ്റ്റാഫും ഉണ്ടായിരുന്നു. വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സിലെ ആളുണ്ടായിരുന്നു. ഇവരെ പരാതി കൊടുത്തിട്ടും അതൊരു ഒത്തുതീർപ്പ് എന്ന തരത്തിലേക്ക് പോലീസ് പോകുന്നുണ്ട്. അതെന്താണ് അങ്ങനെ ഒത്തുതീർപ്പ് എന്നുള്ള തരത്തിലേക്ക് പോകാൻ കാരണം എന്ന് ഡോക്ടർ? സത്യം പറഞ്ഞാൽ 18-ാം തീയതി FIR രജിസ്റ്റർ ചെയ്യുന്ന അന്ന് പോലീസ് വിളിച്ചിരുന്നു ഒരു 4 മണിയോടെ ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ KGMയുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പിനില്ല. സോണൽ വൈസ് പ്രസിഡന്റ് അടക്കം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടറെ, ഒത്തുതീർപ്പ് എന്ന് പറയുന്നു, നിങ്ങൾക്കൂടെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല, അവർ നിരന്തരം പരാതി കൊടുക്കുകയാണെന്നും പറയുന്നു. ഈ വിഷയത്തിലൊരു ശാശ്വത പരിഹാരം വേണ്ടേ? തീർച്ചയായും. നമ്മൾ ഈ രാജ്യത്തൊരു നിയമമുണ്ട്, അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ആ നിയമം നടപ്പാക്കണം. ഇത് കാരണം ആശുപത്രിയിൽ ഒരു നിയമപരമായ ഒരു കാര്യം, ഭരണപരമായൊരു കാര്യം നടപ്പാക്കിയ ഒരു സ്ഥാപന മേധാവിയോട് കയർത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവസരോചിതമായ ഇടപെടൽ കൊണ്ടാണ് ആക്രമണം ഒഴിവായത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിലവിലൊരു നിയമമുണ്ട്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം, കേസെടുക്കുക തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഇനി എന്താണ് തുടർ നടപടി? നിങ്ങൾ ഹൈക്കോടതിയിലേക്കോ മറ്റോ പോകാൻ ആലോചിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയിലൂടെ നമ്മൾ പോകും. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ പറയുന്ന ആളെ പിടിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും മതിയായ സമയം കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി നമ്മളുടെ ഭാഗത്തുനിന്ന് ആശുപത്രി ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ പോലും, ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്, ഈ ദിവസത്ത് പോലും നമ്മൾ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ടോക്കൺ പ്രതിഷേധമാണ് നടന്നത്. മന്ത്രി അറിയിച്ചിട്ടുണ്ടോ വിഷയം? അറിയിച്ചിട്ടുണ്ട്. മന്ത്രി, ആരോഗ്യമന്ത്രി അടക്കം വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെ നടപടി സ്വീകരിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒത്തുതീർപ്പ് എന്നാണ് അത്രേ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അവർ ഇപ്പോൾ ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന അവർ ഇപ്പോൾ അവധിയിലാണ് ഉള്ളതെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം തുടരുന്നുണ്ട്. ഇനി നടപടി എടുത്തില്ലെങ്കിൽ നിയമപരമായ മറ്റു മാർഗങ്ങളിലേക്ക് നീങ്ങാനാണ് ഡോക്ടേഴ്സിന്റെ തീരുമാനം. SK. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്.